കൊച്ചി പള്ളുരുത്തിയിൽ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ബാബുവിനെ സ്വകാര്യ ബസ് ഇടിച്ചിട്ടു. നമ്മൾ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ബസിന്റെ അടിയിലേക്ക് വീണ ബാബുവിന്റെ ശരീരത്തിലുള്ള ബസ് കയറി ഇറങ്ങി. നഷ്ടപ്പെട്ടത് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. സ്വകാര്യ ബസ്സുകൾക്ക് ഇനിയെങ്കിലും കടിഞ്ഞാണിടണം എന്നതാണ് ബാബുവിന്റെ മകൻ ജോൺസന് പറയാനുള്ളത്. ആൻമരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലുകൊണ്ട് ജീവിതം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ദുരിതത്തിലായ ഒരുപാട് കുടുംബങ്ങൾ എറണാകുളത്ത് തന്നെയുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് പള്ളുരുത്തിയിൽ വെച്ചിട്ട് സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന വ്യക്തിയെ സ്വകാര്യ ബസ്സിന്റെ മരണപ്പാച്ചിലിനിടെ തട്ടിയിടുകയും പിന്നീട് ഈ ബസ്സിനടിയിൽ തന്നെ പെട്ട് മരണപ്പെടുകയും ചെയ്തത്. അവരുടെ കുടുംബത്തോടൊപ്പമാണ് ഇപ്പോൾ നമ്മൾ ചേരുന്നത്. പിതാവാണല്ലേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. അപ്പോൾ അപ്പച്ചൻ സൈക്കിളിന് വരുമായിരുന്നു. അപ്പോൾ പുറകിൽ നിന്ന് വന്നിട്ട് സ്വകാര്യ ബസ് വന്നിട്ട് ഇടിക്കുമായിരുന്നു. റോഡിൻ്റെ ഇടുക്കം വകവയ്ക്കാണ്ട് അവർ എടുത്തുകൊണ്ട് അപ്പച്ചൻ്റെ സൈഡിൽ തട്ടിയിട്ട് അപ്പച്ചൻ്റെ വണ്ടിയുടെ അടിയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ കുടുംബനാഥൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവരവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവരിതൊന്നും അറിയണില്ല. അവർക്ക് ആ കേസും ഭാഗങ്ങളും എടുക്കും. അന്ന് ഞങ്ങളുടെ കുടുംബത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തൊഴിൽ പഠിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പത്താണിയായിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പച്ചനായിരുന്നു. അപ്പച്ചൻ്റെ പോക്ക് ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു സ്റ്റോറി, അങ്ങനെ ഒരുപാട് ആളുകളുടെ സ്റ്റോറികൾ എൻ്റെ പുറകിലുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ സ്വകാര്യ ബസ്സുകൾ നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങൾ, അതായത് അവരുടെ സമയക്രമങ്ങളിലോ മറ്റുള്ളതൊക്കെ നാക്കുക. പിന്നെ റോഡിൻ്റെ ശോചനീയാവസ്ഥയാണെങ്കിലും പരിഹരിക്കാൻ ശ്രമിക്കണം. സ്വകാര്യ ബസ്സുകളെ കർശനമായിട്ട് നിയന്ത്രിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി. മെയ് 9-ാം തീയതി എൻ്റെ കൊച്ചിൻ്റെ മാമോദിസയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എറണാകുളം ടൗണിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്പീഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബൈക്ക് ഓടിച്ച് പോയിരുന്നു. ഇതേപോലെ എൻ്റെ പുറകിൽ നിന്ന് ബസ് വന്നിട്ട് എൻ്റെ ഹാൻഡിൽ തൊട്ടില്ലെന്ന് പറഞ്ഞാൽ അവർ പോയത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇടിവാള് വെട്ടി പോവുകയാണ് ചെയ്തത്. കാരണം ഞാനന്ന് അടിയിൽ പോയെന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബസ്സിനെ ചേസ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഡ്രൈവറിനോട് ചോദിച്ചു. രവിപുരം ജംഗ്ഷനിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പോഴേക്കും അവർ ചോദിച്ചപ്പോൾ അവർ പറയണു, അവർ ചിരിച്ചിട്ട് ഒരു കൂസലും ഇല്ല. അവന് അങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട് പോലും അവനൊരു ചിന്തയില്ല. അങ്ങനെയാണ്. അന്ന് ഈ അപകടം ഉണ്ടായതിനു ശേഷം നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത്. അത് സ്വാഭാവികമായിട്ടും നിയമപരമായിട്ട് നമ്മൾ പോകുമല്ലോ. അതിനൊരു കേസ് ഉണ്ടായിരുന്നു. കേസ് ഉണ്ടായതിനു ശേഷം അത് ക്ലൈമിൻ്റെ ഒരു കേസ് വേറെ, അല്ലാണ്ട് സിവിൽ കോടതിയിലൊരു കേസ് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് തെളിവുകൾ സോളിഡ് അല്ലെന്ന് പറഞ്ഞിട്ട് ബസ്സിൻ ഡ്രൈവർക്കെതിരെ എന്തോ ചെറിയൊരു ഫൈൻ അടിച്ചത് അങ്ങനെ കേസ്